അപ്പൊ പ്രകാശ ഗോപാൽജി, പ്രകാശനല്ല, ആകാശ്, PR ആകാശ്. ഞാൻ പറഞ്ഞില്ലേ, ST പരസ്യം ചെയ്ത് പേര് മാറ്റി. ആകാശോ ഭൂമിയോ എന്തെങ്കിലും ആവട്ടെ, നീ എന്തിനാണ് ഇപ്പൊ ജർമ്മനി പോകുന്നത്? നഴ്സുമാർക്ക് ഇവിടെ ജോലി കിട്ടും. അതല്ല ഗോപാൽജി, ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താ? യൂണിഫോം ഒക്കെ ഇട്ട് വെള്ളത്തൊപ്പിയൊക്കെ വെച്ച് ഒരു മാലാക്ക. അത് നമ്മുടെ ആണുങ്ങൾക്ക് ശരിയാവില്ല. പിന്നെന്തിനാണ് നീ നഴ്സിംഗ് പഠിക്കാൻ പോയത്? അന്ന് എനിക്ക് വിവരമില്ലല്ലോ. ഇപ്പൊ വിവരം ഉണ്ടാ? ചായ പിടിക്കും. ഊനെ പ്രകാശ, ആകാശ്, ഈ ജർമ്മനി പോക്കൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇനി അങ്ങോട്ടേക്ക് ആളെ അയക്കുന്നവരെ കണ്ടുപിടിച്ചാൽ തന്നെ ജർമ്മനിയിൽ ജോലി കിട്ടണമെങ്കിൽ ആദ്യം ജർമ്മൻ ഭാഷ പഠിക്കണം. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ജോബ് വിസ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ജർമ്മനിയിൽ ജോലിയുള്ള വല്ല നേഴ്സിനെയും കിട്ടണം. അവർക്കാണെങ്കിൽ ഫാമിലി വിസയിൽ ഭർത്താവിനെ കൊണ്ടുപോകാം. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ചുറ്റിത്തിരിയാതെ നീ വേഗം നാട്ടിലേക്ക് വിട്ടോ. ഹലോ, யாரு? தியாகு, டை நீ எங்க போச்ச? நீ 3 நாள் லீவுன்னு சொல்லிட்டு இப்போ ஒரு வாராச்சு. ഗോപാൽജി, ഓപ്പറേ ആ പ്രകാശം, നീ പോയില്ലേ? ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കണ്ടേ ഗോപാൽജി? ജർമ്മൻ ഭാഷ പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനെ പറ്റിയ സ്ഥലവും കണ്ടുപിടിച്ചു. ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി നീ ദിവസേന നാട്ടിൽ നിന്ന് ബസ്സിൽ വന്ന് പോവോ? ഇന്ന് പകല് മുഴുവൻ ഞാനത് ആലോചിച്ചത്. അവസാനം ഒരു തീരുമാനത്തിലെത്തി. എന്ത് തീരുമാനം? ഗോപാൽജി, ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നതിനടുത്ത് തന്നെ താമസിക്കാൻ നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഈ സിറ്റിയിൽ വന്നിട്ട് ഞാനിങ്ങനെ വേറെ സ്ഥലത്ത് പോയി താമസിക്കും. ഗോപാൽജി ചിലപ്പോൾ അത് കണ്ടുപിടിക്കും, വഴക്ക് പറയും. എന്തിന്? മുമ്പൊരിക്കൽ ഗോപാൽജി പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഗോപാൽജി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാ കുട്ടികളും മലമ്പുഴ കാണാൻ പോകും. ഗോപാൽജി മാത്രം പോകുന്നില്ല. ഇതറിഞ്ഞ എൻ്റെ അച്യുതൻ മാഷ് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് തരും. അങ്ങനെ ഗോപാൽജി മലമ്പുഴ കാണും. ഞാനിതെപ്പോ പറഞ്ഞു? അച്ഛൻ മരിച്ചിട്ടൊന്ന് വീട്ടിൽ വന്നില്ലേ, അപ്പോൾ പറഞ്ഞതാ. എനിക്കെല്ലാം ഓർമ്മയുണ്ട് ഗോപാൽജി. ആ അച്യുതൻ മാഷിൻ്റെ മകൻ വേറെ എവിടെയെങ്കിലും താമസിച്ചാൽ ഗോപാൽജിക്ക് ഫീൽ ചെയ്യോ ഇല്ലയോ? അത് ഫീൽ ചെയ്യും. അതുകൊണ്ടുള്ള സൗകര്യത്തിന് ഇവിടെ തന്നെ താമസിക്കാന്ന് വെച്ചു. ഇവിടെയോ? പിന്നല്ലാതെ എനിക്ക് കട്ടിലും കിടക്കൊന്നും വേണ്ട, തറയായാലും മതി. ചപ്പാത്തി കൊടുന്നു ഗോപാൽജി. ഇത് താഴെ ബംഗാളികൾ ഉണ്ടാക്കുന്നതാ. നമുക്കിനി ബംഗാളി മലയാളി എന്നുള്ള വ്യത്യാസം വേണ്ട. നമ്മളെല്ലാം ഒറ്റക്കെട്ട. 2 ചപ്പാത്തി എനിക്കും കിട്ടും. अरे भुवनेश्वर, हाँ गोपाल जी 2 चपाती लाओ ना. 3.
ഹലോ. അയ്യോ, പനി കൂടുതലുണ്ടോ? ഈശ്വര, ഇനിയിപ്പം നിപ്പാൻ പറ്റുവാണോ? ആശുപത്രി പോണോ? ഞാൻ വരണോ? സിറ്റിയിലുണ്ട് ഞാൻ. എന്ന് വന്നു? ഇന്ന് എത്തിയതേ ഉള്ളൂ. പറ, ഞാൻ വരണോ? വേണ്ട, വേണമെങ്കിൽ ഞാൻ പറയാം. എങ്കിൽ നല്ലവണ്ണം പൊസ്റ്റ് കടന്നോളൂ. ഞാൻ നാളെ വിളിക്കാം. ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ലിച്ചൻസ്റ്റൈൻ, ലക്സംബർഗ്. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഒരാളുടെ പേര് എങ്ങനെയാണ് ചോദിക്കുക? താങ്കളുടെ പേര് എന്താകുന്നു? അതിൻ്റെ മറുപടി എൻ്റെ പേര് ഇങ്ങനെ. ഇത് ജർമ്മനിൽ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? വി ഈസ്റ്റ് ഇയർ നാമ്. അതിൻ്റെ മറുപടി ഞാൻ പറയും, മൈൻ നാമ ഈസ്റ്റ് രാജ്മണി. വി ഈസ്റ്റ് ഇയർ നാമ. Mein Name ist Dhanya. Mein Name ist Vipin. My Name ist Akash. PR Akash. ചേച്ചി, ചേച്ചിക്ക് ഫോൺ അതിങ്ങോട്ട് എടുത്തോണ്ട് വാ. ഹലോ. പനി കുറവുണ്ടോ? ആ, പനി മാറി. പ്രകാശൻ എന്താ ഇവിടെ വന്നത്? അറിയില്ല. ഏതോ ഒരു ഉൾപ്രേരണ എന്നെ ഇവിടെ എത്തിച്ചു. എന്ന് പറഞ്ഞ? കാണുമ്പോൾ നേരിട്ട് പറയാം. ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ കുളിക്കാൻ പോണു. എന്നാൽ സൂക്ഷിച്ച് വിളിച്ചോളൂ. ഞാൻ പിന്നെ വിളിക്കാം. बस 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 बस, एक साथ मत। मोबाइल पर वाईफाई नहीं मिल रहा है इधर। वाईफाई के बिना कैसे रहेंगे इधर? वाईफाई चाहिए ना मेरे को। मेरे को मच्छर का प्रॉब्लम है, तुम पे मच्छर काटता है। ഹലോ. ഉള്ളിലെന്തോ ഒരു വിങ്ങല് പോലെ. വിങ്ങലെന്ന് പറഞ്ഞാൽ എന്താ? വയറുവേദന? മനസ്സിലുള്ളത് മുഴുവൻ ആരോടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന മനപ്രയാസമാണ് വിങ്ങൽ. എങ്കിൽ പിന്നെ ആരോടെങ്കിലും പറഞ്ഞൂടെ? അങ്ങനെ വല്ലവരോടും പറയാൻ പറ്റുന്നതല്ലേ ഇത്? പിന്നെ? എനിക്കറിയില്ല. സലോമി ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. നാളെ പറ്റുമോ? എവിടെ വെച്ച് കാണും? അത് ഞാൻ നാളെ പറയാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.